വർഗീയതയ്ക്കും സാമൂഹ്യ ജീർണതയ്ക്കുമെതിരെ അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ വാഴൂർ ഏരിയ കമ്മിറ്റി പൊൻകുന്നത്ത് കാൽനട പ്രചരണ ജാഥ നടത്തി. 20-ാം മൈലിൽ നിന്നാണ് കാൽനട ജാഥ ആരംഭിച്ചത്. പൊൻകുന്നം ടൗണിൽ മഹിളാ അസോസിയേഷൻ വാഴൂർ ഏരിയ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജയ ശ്രീധർ ഉദ്ഘാടനം ചെയ്തു. മതനിരപേക്ഷ രാജ്യമായ ഇന്ത്യ ഹിന്ദുരാഷ്ട്രമാക്കി മാറ്റാനുള്ള ശ്രമങ്ങളാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നതെന്ന് അഡ്വക്കേറ്റ് ജയ ശ്രീധർ പറഞ്ഞു. മണിപ്പൂർ കലാപത്തിന് പിന്നിൽ വർഗീയ അജണ്ടയാണെന്നും അഡ്വക്കേറ്റ് ജയ ശ്രീധർ കൂട്ടിച്ചേർത്തു. പട്ടികവർഗ സംവരണം അനുവദിക്കാം എന്നുള്ളത് കോടതി പറഞ്ഞതിന്റെ പ്രകാരം അവിടെ അവർ തമ്മിൽ സ്പർശമുണ്ടായി. ഹിന്ദുത്വവാദികൾ അവരുടെയിലേക്ക് ഇറങ്ങി അവരെ ഒരു വർഗീയ യുദ്ധമായി കലാപമാക്കി മാറ്റി ധാരാളം ആളുകൾ അവിടെ കൊണ്ടുചാകുകയാണ്. അതിൽ കൂടുതലും പീഡനം അനുഭവിച്ചത് സ്ത്രീകളാണ്. സ്ത്രീകളെ നഗ്നരാക്കി റോഡിൽ കൂടി നടത്തും. അതിനുശേഷം അവരുടെ അവയവങ്ങളൊക്കെ മുറിച്ചു കളഞ്ഞ് റോഡിൽ നിരത്തുക, രഹസ്യമായി ബലാത്സംഗം ചെയ്യുക, സ്വന്തം കുടുംബാംഗങ്ങളുടെ മുന്നിൽ വെച്ച് സ്ത്രീകളെ മോശമായി പെരുമാറിയ ബലാത്സംഗം ചെയ്തവരെ കൊല്ലുകയും ചെയ്യുക. നൂറുകണക്കിന് സ്ത്രീകളാണ് മണിപ്പൂരിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരായിട്ട് കേന്ദ്ര നേതൃത്വം യാതൊന്നും തന്നെ ചെയ്യുന്നില്ല. ഇതിന് പിന്നിലൊക്കെ ഒരു വർഗീയ അജണ്ടയാണ്. മിനി സേതുനാഥ് അധ്യക്ഷയായി. നേതാക്കളായ അമ്മിണിയമ്മ പുഴയനാൾ, ഷാക്കി സജീവ്, അമ്പിളി ശിവദാസ്, ശ്രീലത സന്തോഷ് തുടങ്ങിയവർ പങ്കെടുത്തു. മഹിളാ അസോസിയേഷൻ വാഴൂർ ഏരിയ സെക്രട്ടറി സിന്ധു രാജീവാണ് ജാഥ ക്യാപ്റ്റൻ. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം.